ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫുട്വർ സ്വൈ എന്നുള്ളൊരു ടെൻസ് ഫോമാണ്. ഫുട്വർ ഐൻസിൽ നിന്നും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു ഭേദഗതിയൊന്നും ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ് ഈ ഫുട്വർ സ്വൈ എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഒന്ന് അവിടെ ഇവിടെ മാറുന്നല്ലാണ്ട് അർത്ഥത്തിൽ അല്ലെങ്കിൽ അർത്ഥകൽപ്പനയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഫുട്വർ സ്വൈന് ഇല്ല. ഫുട്വർ ഐൻസ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യം, അത് തറപ്പിച്ച് പറയാം, ഒരു പക്ഷേ വരുമെന്ന് പറയാം. വിർഡ് മോർഗൻ കോമൻ, അതായത് വാർഷൈൻലിഷ് വിർഡർ കോമൻ, ഒരു പക്ഷേ അയാൾ വരാം. വിർഡ് മോർഗൻ കോമൻ, തറപ്പിച്ച് ഉറപ്പിച്ച് എംഫസൈസ് ചെയ്തുകൊണ്ട് അതേ സെൻറ്റൻസ് തന്നെ പറഞ്ഞ് നമ്മൾ അവൻ തീർച്ചയായിട്ടും നാളെ വരും എന്നൊക്കെയാണ് നമ്മൾ ഫുട്വർ ഐൻസിനെ പറ്റി പറഞ്ഞത്. ഈ ഫുട്വർ സ്വൈ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഫുട്വർ സ്വൈ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, ശ്രദ്ധിക്കൂ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തീർക്കും എന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോഴാണ്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, ഉദാഹരണത്തിന് ഞാൻ ഞായറാഴ്ച ആവുമ്പോഴേക്കും ഈ പണി ചെയ്തിരിക്കും, അല്ലെങ്കിൽ ചെയ്യും. മലയാളത്തിൽ അത്രേ ഉള്ളൂ. ഞായറാഴ്ച ആകുമ്പോഴേക്കും ഞാൻ ഈ പണി ചെയ്യും. കുറച്ചും കൂടി തറപ്പിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞായറാഴ്ച ആകുമ്പോഴേക്കും ഞാൻ ഈ പണി തീർച്ചയായിട്ടും ചെയ്തിരിക്കും, ഒരു സംശയവും വേണ്ട. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആണ് നമ്മൾ ഫുട്വർ സ്വൈ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സമയം എന്നുള്ളതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്. ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. 2-3 ഉദാഹരണങ്ങൾക്ക് നമുക്ക് നോക്കാം. മോർഗൻ ആബൻഡ് വെർഡ് ഈസ് മൈന ആർബൈറ്റ് ബeendet haben. ഞാനിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോർഗൻ ആബൻഡ്, നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ പണി ഞാൻ ചെയ്തിരിക്കും. ഇത് തന്നെ ഈ ഔസ്പ്രാഹ് ഉച്ചാരണത്തിൽ പല വിധത്തിൽ പറയാം. മോർഗൻ ആബൻഡ് വെർഡ് ഈസ് മൈന ആർബൈറ്റ് ബeendet haben. അതവിടെ ഒരു എംഫസൈസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ആ എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് മാറും. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ഈ പണി ചെയ്തിരിക്കും. അതുപോലെ bis zum Sonntag wird seine Hausaufgaben geschrieben haben. ശനിയാഴ്ച ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഹോംവർക്കെല്ലാം തീർച്ചയായിട്ടും ചെയ്തിരിക്കും. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫുട്വർ സ്വൈ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ആ സെൻറ്റൻസിൻ്റെ ആ സ്ട്രക്ചർ നോക്കൂ. രണ്ടാമത്തെ പൊസിഷനിൽ വെർഡൻ വന്നു. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു പാർട്ടിസിപ്പ് പെർഫെക്റ്റ് വന്നു. ബeendet ഒരു പാർട്ടിസിപ്പ് പെർഫെക്റ്റാണ്. geschrieben പാർട്ടിസിപ്പ് പെർഫെക്റ്റാണ്. ആ പാർട്ടിസിപ്പ് പെർഫെക്റ്റ് കഴിഞ്ഞ് ഒരു ഇൻഫിനിറ്റീവ് വന്നു, ഹാബൻ. അപ്പോൾ ഫുട്വർ സ്വൈൻ്റെ ആ ഫോർമുല എന്ന് പറയണമെങ്കിൽ ഒരു വെർഡൻ സെക്കൻഡ് പ്ലേസിലും ഏറ്റവും അവസാനം ഒരു പാർട്ടിസിപ്പ് പെർഫെക്റ്റും അത് കഴിഞ്ഞ് ഒരു ഇൻഫിനിറ്റീവ്. ഇതാണ് പ്രത്യേകം ഫുട്വർ സ്വൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇതെന്തിനെയാണ് കാട്ടുന്നത്? ഒന്നുകിൽ ഒരു സിഷർ ഹൈറ്റ്, സർട്ടൻറ്റി, തീർച്ചയായും, അല്ലെങ്കിൽ ഒരു ഫെർമുറ്റുങ്, ഒരു എന്താ പറയുക, ഒരു അത്ര തീർച്ചയില്ലാത്ത ഒരു ഗസ് വർക്ക്. ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴാണ് ഈ ഫുട്വർ സ്വൈ നമ്മൾ
ഉപയോഗിക്കുന്നത്. ഇതിന് വേറെ ഒരു ഉപയോഗം കൂടിയുണ്ട്. ഉദാഹരണം, Ich habe meinem Freund einen Brief vor einer Woche geschrieben. ഞാൻ എൻ്റെ സുഹൃത്തിന് ഒരു കത്തെഴുതി ഒരു 2 ആഴ്ച മുമ്പ്. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് പറയുകയാണ്, Er wird ihn sicher bekommen haben. അവിടെ ഈ Er wird ihn എന്നുള്ള ലെറ്ററാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴേക്കും അവന് ഞാൻ 2 ആഴ്ച മുമ്പ് അയച്ചു കഴിഞ്ഞ എഴുത്ത് കിട്ടിയിരിക്കും. അതും ഒരു ഗസ് വർക്കാണ്. ഇറ്റ്സ് എ ഫർമൂട്ടുങ്, ഒരു ഗസ് വർക്കാണ്. പക്ഷെ അതിൻ്റെ വ്യത്യാസം എന്താണ്? കഴിഞ്ഞ കാലത്ത് ഞാൻ എന്തോ ചെയ്തതിനെ പറ്റി റെഫർ ചെയ്തുകൊണ്ട് 2 ആഴ്ച മുമ്പാണ് ഞാൻ ഈ ലെറ്റർ അയച്ചത്. എന്നിട്ട് ഞാൻ ഇന്നാണ് പറയുന്നത്, ഇന്ന് ഈ സമയമാകുമ്പോഴേക്കും ഞാൻ 2 ആഴ്ച മുമ്പ് അയച്ചിരുന്ന ഈ എഴുത്ത് അയാൾക്ക് കിട്ടിയിരിക്കും. അത് കിട്ടിയിരിക്കണമെന്നോ കിട്ടിയിരിക്കുമെന്നോ അത് ആ ബെറ്റോണിങ്ങിനാണ് കിടക്കുന്നത്. വെദർ ഇറ്റ് ഈസ് എ ഫെർമൂട്ടുങ് ഓർ വെദർ ഇറ്റ് ഷോസ് എ സിഷർഹൈറ്റ്, ഒരു ഗസ് വർക്കാണോ ഒരു തീർച്ചയായിട്ടും പറയുമോ എന്നുള്ളത് നിങ്ങളത് ഔസ്പ്രാഹയിൽ കൊണ്ടുവരണം. അതിനാണ് ഈ ഫുട്ടൂർ II ഉപയോഗിക്കുന്നത്. ഇത്രയും മാത്രമാണ് ഫുട്ടൂർ II കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വേറെ ചില വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ഗുഡ് ബൈ.